പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇത് ത്യാഗജ്വലമായ പല മുൻ മഹത്തുക്കളായ ആയിരക്കണക്കിന് ആളുകളുടെ ത്യാഗവും ജീവിതവും എല്ലാം ത്യജിച്ചതിന് ശേഷമാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനിയും ജാതി മത വർഗങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ട് നമുക്ക് ഈ കൊടുക്കീഴിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ ദേശീയ പതാക ഉയർത്തുകയാണ്. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय। जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे, जय 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 हे। भारत माता की जय। भारत माता की जय। भारत माता की ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഒ.ആർ. ശ്രീകുമാർ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ.സി. ഉണ്ണികൃഷ്ണൻ, വനവിഭാഗം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കോർവ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമതി സൂസൻ തോമസ്, ജില്ലാ സെക്രട്ടറി ശ്രീമതി സുജ എസ് നായർ, ട്രഷറർ ശ്രീ സജിത് ബാബു, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ബിജോ കൃഷ്ണൻ, രക്ഷാധികാരി ശ്രീ ബി രാജീവ്, ശ്രീ ഹരി ഏറ്റുമാൻ, എൻ്റെ പഴയകാല സുഹൃത്താണ്, 40 വർഷത്തെ ബന്ധം, ശ്രീമതി ത്രസ്യാമ്മ ജോൺ, ശ്രീ കെ ആർ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി ഐഷ, വികസന സമിതിയുടെ പുഷ്പ ശ്രീപ്രകാശ്, ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, രാജ്യം സ്വതന്ത്രമായിട്ട് ഇന്നേക്ക് 50 വർഷം തികയുക. ഈ സുദിനത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇന്നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ജനതയുടെ പൗരാവകാശ ബോധവും ദേശീയതയും മുൻനിർത്തിക്കൊണ്ട് ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇന്ന് യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുമുള്ള വർഗീയ സംഘർഷങ്ങളുടെയും കെടുതികളിലാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുവാൻ ഐക്യരാഷ്ട്രസഭയും ഐക്യരാഷ്ട്ര പൊതുസഭയും ഐക്യരാഷ്ട്ര രക്ഷാസമിതിയും ഒക്കെ ഉണ്ടായിട്ടും ഈ ധനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ ഈ അഹന്തയുടെയും പര്യായങ്ങളായി അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും യുദ്ധ സന്നാഹവുമായി മുന്നോട്ട് വരുമ്പോൾ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികൾ, കുഞ്ഞുങ്ങളും കൊന്നൊടുക്കപ്പെടുന്ന ദയനീയമായ സാഹചര്യം നമ്മുടെ ലോകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായി ഈ രാജ്യത്തിൻ്റെ ഭരണവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണവുമൊക്കെ കെട്ടുറപ്പുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ സമയം നിന്ന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ വരും നാളുകളിൽ ഇന്ത്യയിലെ മുഴുവൻ 106 കോടി ജനങ്ങളെയും ഒരേ ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ അണിയിച്ചൊരുക്കുവാൻ കഴിയുന്ന
ഒരു ജനാധിപത്യ പ്രക്രിയ ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ അതിനുവേണ്ടി നമുക്കും അണിചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹസമ്പന്നമായ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ രാഷ്ട്രം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട 2-3 വ്യക്തികളെ സ്മരിച്ചിട്ടല്ലാതെ നമുക്ക് ഈ ആഘോഷം നടത്താൻ സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഭാരതത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരിക്കലും മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ആഘോഷം നടത്താൻ സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം എന്താണ് ലോകരാഷ്ട്രങ്ങളിൽ നടന്നു വരുന്നത്. എന്നൊക്കെ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അരാജകത്വമുണ്ടായിട്ടുണ്ട്. അറേബ്യൻ കൺട്രികളിൽ, പാകിസ്ഥാനുകളിൽ, ഇവിടെയെല്ലാം മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടായത്. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ഇന്ത്യയിലും ഭരണഘടനയെ വെല്ലുവിളിക്കത്തക്ക വിധത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് മതവും രാഷ്ട്രീയവുമായി വേറിട്ട് കാണും. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി. എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യദിനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ, ട്രഷറർ ശ്രീ സജിത് ബാബു, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ബിജോ കൃഷ്ണൻ, നമ്മുടെ വനിതാ ജില്ലാ ജനറൽ സെക്രട്ടറി ത്രേസ്യാമ്മ ചേച്ചി, അതുപോലെ നമ്മുടെ സെക്രട്ടറി KR ഉണ്ണികൃഷ്ണൻ, സുജാ എസ് നായർ, സുശീല കരുണാകരൻ, ഐഷ, അതുപോലെ തന്നെ നമ്മുടെ പുഷ്പശ്രീ പ്രകാശ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, ജനകീയ വികസന സമിതിയുടെ ഭാരവാഹികളും കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യദിനം കിട്ടിയിട്ട് 79 വർഷം പൂർത്തീകരിച്ച് 80ലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മളിലുള്ള ഒരു ചുമതല. അതുപോലെ തന്നെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ മഹാന്മാരായ ഒരുപാട് പേരുടെ ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം നേടിക്കിട്ടിയിരിക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും നമ്മൾക്ക് കുടുംബപരമായി, വ്യക്തിപരമായി, സാമൂഹ്യപരമായി, രാഷ്ട്രീയപരമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് സാധിക്കണം. അപ്പോൾ അത്തരുണത്തിൽ നമ്മളുടെ സമൂഹത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളുടെ സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ളവരായി എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഈ ഒരു സമയത്ത് സാധിക്കട്ടെ. മുന്നോട്ട് എല്ലാവരും നല്ല പ്രവർത്തനങ്ങളോടെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ രക്ഷാധികാരി, വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ സെക്രട്ടറിമാർ, ജനകീയ വികസന സമിതിയുടെ ഭാരവാഹികളെ, വനിതാ ജില്ലയുടെ സാരഥികളെ, ത്രേസ്യാമ്മ ചേച്ചി ഉൾപ്പെടെയുള്ള എല്ലാ സാരഥികൾക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.